ഇന്ന് ഈ പറയുന്ന വീഡിയോ നിങ്ങൾ പൂർണ്ണമായും നിർബന്ധമായും കേൾക്കണം. ഓരോരുത്തർക്കും ഉപകാരപ്പെടുന്ന വീഡിയോയാണ് ഇന്നത്തെ വീഡിയോ. വീഡിയോയുടെ ലിങ്ക് നിങ്ങളെല്ലാവരിലേക്കും നിർബന്ധമായും ഷെയർ ചെയ്തു കൊടുക്കുകയും വേണം. നീട്ടിവലിക്കാതെ കാര്യങ്ങൾ പറയാം. ഇന്ന് നമ്മുടെ നാടുകളിലൊക്കെ ഏറ്റവും കൂടുതൽ ആളുകൾ പണം ചെലവാക്കിക്കൊണ്ടിരിക്കുന്ന ഒരു മേഖലയാണ് പല്ലുമായി ബന്ധപ്പെട്ട്. ഓരോ ദിവസവും പല്ലുവേദനയും അതുപോലെ തന്നെ മോണവീക്കവും അതുമായി ബന്ധപ്പെട്ടുള്ള ഒരുപാട് അസുഖങ്ങൾ കാരണമായി ഡോക്ടർമാരെ പോയി കാണുന്നു. ഏറ്റവും കൂടുതൽ പണം അതിനുവേണ്ടി ചെലവാക്കിക്കൊണ്ടിരിക്കുന്നു. പല്ലുമായി ബന്ധപ്പെട്ട ഒരുപാട് രോഗങ്ങൾ നമുക്കറിയാവുന്നതാണ്. അതിൽ നിന്നൊക്കെ മോചനം ലഭിക്കുന്ന 100% ഒരു കെമിക്കലും ഇല്ലാതെ നമുക്ക് ഉണ്ടാക്കി ഉപയോഗിക്കാൻ കഴിയുന്ന ഒരു ആയുർവേദ പൽപ്പൊടിയെക്കുറിച്ചാണ് ഇന്ന് നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരുന്നത്. ഇതിൽ പറയുന്ന ഓരോ കാര്യവും നമുക്ക് വാങ്ങാൻ കിട്ടുന്നതാണ്. നമ്മുടെ ആയുർവേദ കടകളിൽ നിന്ന് വാങ്ങാൻ കിട്ടും. നമ്മുടെ നാട്ടിലുള്ളതായിരിക്കുന്ന പലചരക്ക് കടകളിൽ നിന്നൊക്കെ വാങ്ങാൻ കിട്ടുന്ന മരുന്നുകളാണ് ഇതിൽ പറയുന്നത്. നാം ഉപയോഗിക്കുന്ന ഇന്ന് നമുക്ക് മാർക്കറ്റിൽ നിന്ന് വാങ്ങാൻ കിട്ടുന്ന എല്ലാ പേസ്റ്റുകളിലും കെമിക്കലുണ്ട്. ആയുർവേദ പേസ്റ്റിൽ വരെ കെമിക്കലുണ്ട് എന്ന് കണ്ടെത്തുന്ന സാഹചര്യമാണ് ഇന്നുള്ളത്. അതുകൊണ്ട് തന്നെ നമ്മുടെ നാട്ടിലെ പഴമക്കാരൊക്കെ ഉമിക്കരി ഉണ്ടാക്കി അതുകൊണ്ട് പല്ല് തേച്ചിരുന്ന ഒരു കാലഘട്ടമുണ്ടായിരുന്നു. ഇന്ന് നമുക്ക് പൽപ്പൊടി ഉണ്ടാക്കാനോ അതിനുവേണ്ടി സമയം കളയാനോ നേരമില്ലാതെ വന്നപ്പോൾ നമ്മുടെ പണം നാം ആശുപത്രികളിൽ കൊടുത്തുകൊണ്ട് പല്ലുകൾ നന്നാക്കേണ്ട ഒരവസ്ഥയിലേക്കും എത്തിയിരിക്കുകയാണ്. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾ കണ്ടുകൊണ്ട് പൽപ്പൊടി ഉണ്ടാക്കേണ്ട കാര്യങ്ങളൊക്കെ നിങ്ങൾ മനസ്സിലാക്കി കൃത്യമായി നിങ്ങൾ ഉണ്ടാക്കുക. ഇൻഷാ അല്ലാഹ് 100% നിങ്ങൾക്ക് ഫലം ലഭിക്കും. നമ്മുടെ പല്ലിന് നല്ല തിളക്കമുള്ള നിറം ലഭിക്കും. വായനാറ്റം മാറിക്കിട്ടും. പല്ലുകൾക്ക് വേണ്ട എല്ലാ പോഷകങ്ങളും ലഭിക്കും. ഒരു അസുഖവും നിങ്ങൾക്ക് പല്ലിനോ വായക്കോ ഉണ്ടാവുകയുമില്ല. അപ്പോൾ നാം ചെയ്യേണ്ടത് 20 ചിരട്ടക്കരി. 20 ചിരട്ട എന്ന് പറയുമ്പോൾ ഒരു കഷ്ണമല്ല, 2 കഷ്ണം കൂടുമ്പോഴാണ് ഒരു ചിരട്ടയാകുന്നത്. അങ്ങനത്തെ 20 ചിരട്ട എടുത്ത് അത് കത്തിച്ച് നല്ല കരിയാക്കുക. ആ കരി നല്ലവണ്ണം പൊടിച്ച് ശുദ്ധിയാക്കി വെക്കുക. എന്നിട്ട് ഇരട്ടി മധുരം 200 ഗ്രാം, കല്ലുപ്പ് 100 ഗ്രാം, ഗ്രാമ്പു 50 ഗ്രാം, കുരുമുളക് 100 ഗ്രാം, കടൽനാക്ക് എന്ന് പറയുന്നത് നമ്മുടെ ഗ്രാമങ്ങളിലുള്ള ആയുർവേദ കടകളിൽ ചിലപ്പോൾ ലഭിച്ചില്ലെങ്കിലും ടൗൺ ഏരിയകളിലൊക്കെയുള്ള കടകളിൽ നിന്ന് നമുക്ക് ലഭിക്കും. അത് നാം ശ്രദ്ധിച്ച് ചോദിച്ചു വാങ്ങുക. ചുക്ക് 25 ഗ്രാം, ഏലക്ക 10 ഗ്രാം, കറാമ്പട്ട 50 ഗ്രാം. ഇതെല്ലാം കൂട്ടിപ്പൊടിച്ച് നാം ആദ്യമേ പൊടിച്ചു വെച്ച ചിരട്ടക്കരിയിലേക്ക് കൂടി മിക്സ് ചെയ്തുകൊണ്ട് ഇതിനെ നാം നിത്യവും രാവിലെയും വൈകുന്നേരവും പൽപ്പൊടിയാക്കി ഉപയോഗിച്ചാൽ ഇത്രയും എടുത്ത് ഉണ്ടാക്കുന്ന സമയത്ത് ഒരുപാട് ഉണ്ടാകും എന്ന് തോന്നുന്ന ആളുകൾക്ക് ഇതിൻ്റെ നേർപകുതി ആക്കിയും ഉണ്ടാക്കാം. അതുപോലെ തന്നെ പ്രത്യേകമായി ശ്രദ്ധിക്കേണ്ടത് ഈ പറഞ്ഞ എല്ലാ സാധനത്തിൻ്റെയും അളവുകൾ നേർപകുതിയാക്കി എടുക്കണം. ഇനി കൂടുതൽ വേണ്ട ആളുകൾ ഈ പറഞ്ഞ സാധനത്തിൻ്റെ അളവുകൾ അതേപോലെ ഇരട്ടിയാക്കിയിട്ടും ഉണ്ടാക്കാവുന്നതാണ് എന്ന് പ്രത്യേകം ശ്രദ്ധിക്കുക. അളവിൽ ഒരിക്കലും മാറ്റം വരുത്തരുത്. പല്ലുമായി ബന്ധപ്പെട്ട എല്ലാ രോഗങ്ങളിൽ നിന്നും നമുക്ക് മോചനം ലഭിക്കും. ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി വെറുതെ പണം ചെലവാക്കുന്നതിൽ നിന്ന് നമുക്ക് രക്ഷപ്പെടാൻ കഴിയും. അപ്പോൾ ഈ വീഡിയോ നിങ്ങളെല്ലാവരിലേക്കും മാക്സിമം ഷെയർ ചെയ്തു കൊടുക്കുക. എല്ലാവർക്കും ഉപകരിക്കട്ടെ. മറ്റൊരു വീഡിയോയിൽ മറ്റൊരു വിഷയവുമായി വീണ്ടും കാണാം. സ്നേഹത്തോടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.